ബാർക്ക് ഗ്രാഫ്റ്റിംഗ് നമുക്ക് ചെയ്യണമോ വേണ്ടയോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട ഫലവൃക്ഷങ്ങളൊക്കെ നമ്മൾ വെട്ടി ഒതുക്കി അതിനെ ഇതുപോലെ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണോ, ഇൻ കേസ് ഇത് സക്സസ് ആയില്ലെങ്കിൽ നമ്മുടെ മരം നഷ്ടപ്പെടുമോ എന്നൊക്കെ പലരും സംശയം ഉന്നയിക്കാറുണ്ട്. നമ്മൾ സാധാരണ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മരം ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയോ അതോ അതിൻ്റെ കായ്ഫലം ഇല്ലാതാവുന്ന അവസ്ഥയോ ഒക്കെ വരുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഗുണനിലവാരമില്ലാത്ത തൈകളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് നല്ലൊരു എക്സാമ്പിളാണ് ബാർക്ക് ഗ്രാഫ്റ്റ് സക്സസ് ആയ ഒരു മാവിൻ്റെ. എന്നാൽ ഞാൻ ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പഠിച്ച ഒരു മാവാണ് ഇവിടെയുള്ളത്. ഇത് പല കാരണങ്ങളാൽ സയോൺ സെലക്ഷനും മറ്റ് കാരണങ്ങളൊക്കെ കൊണ്ട് ഫെയിലായതാണ് ഇതിൻ്റെ ബാർക്ക് ഗ്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ പുതിയ കമ്പുകൾ, ഇതുപോലെ പുതിയ പുതിയ കമ്പുകൾ വരും. ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് വന്ന കമ്പിൽ ചേലൻ ചെയ്താണ്. ചേലൻ്റെ മേലെ നാംഡോക്മായി ചെയ്തു. ഇത് കാറ്റിമോൺ ചെയ്തു. അവിടെ വേറെ കുറേ മുക്കാലാപ്പാടി, ബ്ലാക്ക് ആൻഡ് റോസ്, കുറേ വെറൈറ്റികളുണ്ട്. ഇത് ഏകദേശം 2 വർഷം മുന്നേ വെട്ടിയതാണ്. ഇതിന് നമ്മൾ റബ്ബർ കോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ അടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇത് മേലെ ജീർണിച്ച് വരും. ഇതിനി ഈ മഴക്കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചിപ്പ് ചെയ്തെടുത്തിട്ട് കണ്ടോ, ഇതൊക്കെ കേട് വന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ചിപ്പ് ചെയ്തെടുത്ത് നമ്മൾ റബ്ബർ കോട്ട് വെച്ച് അല്ലെങ്കിൽ വല്ല ടാറോ വാക്സോ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ കുഴിയായി ഈ മരം ജീർണിച്ച് ഇതൊക്കെ ചിലപ്പോൾ പൊട്ടി വീഴാനുള്ള ചാൻസുകൾ ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള മാവുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും കായ്ഫലങ്ങൾ തരാത്ത മാവുകളായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ഈ മാവും നമ്മൾ ബാർക്ക് ചെയ്ത് ഫെയിലായതാണ്. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ഷെയ്ഡ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് ഫെയിലായിപ്പോയത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിച്ചു വരികയാണ്, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇത് ബബ്ലൂസ് ഓറഞ്ചാണ്. ഇത് ക്വാളിറ്റി ഇല്ലാത്ത നാരങ്ങയാണ് തരുന്നത്. അപ്പോൾ ഇതിൽ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത് മുസമ്പി, നാരങ്ങ, ലെമൺ, ബബ്ലൂസ് പല വെറൈറ്റികളും ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ കായ്ച്ചു കഴിഞ്ഞാൽ കാണാൻ അതീവ ഭംഗിയായിരിക്കും. പലതരം കായ്കളും പല കളറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ വലിയ റൂട്ട് സ്റ്റോക്ക് വെട്ടി ഒഴിവാക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത പ്രത്യേകത. ഇപ്പോൾ ഈ മാവ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, കുറേ വെറൈറ്റികളാണിത്. നമ്മുടെ മാവൂരിലെ സംസുക്കയുടെ ഗ്രാമ്പൂ മാവാണ്. ഇത് ആപ്പിൾ റൊമാനിയാണ്. ഇത് കണ്ടോ, ഇതിനൊക്കെ മഴക്കാലം കൊണ്ടുള്ള ചീക്ക് രോഗങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിന് ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷേ സാഫ് പോലുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ചീക്ക് രോഗങ്ങൾ വളരെ കൂടുതലാണ്. പല വെറൈറ്റികൾ ഇതിൽ കയറ്റിയിട്ടുണ്ട്. ഒരു 5-10 വെറൈറ്റികളോളം ഇതിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ദുബായ് ഗോൾഡ് ഉണ്ട്. ഓക്കെ, ചക്കരക്കുട്ടിയുണ്ട്. ഇത് ക്യുജായും സൂപ്പർ ക്യൂനും ഒന്നാണെന്ന് പറയുന്നു. പിന്നെ അർക്കാരുണ്, അങ്ങനെ കുറച്ച് വെറൈറ്റികൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏകദേശം റിസൾട്ടുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആരും ഭയപ്പെടേണ്ട, ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം.